അബി സേൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പുതിയ അന്വേഷണം വരുന്ന കാര്യം അമലിനോട് ചർച്ച ചെയ്യാണ്. അമൽ പറയും അത് ആത്മഹത്യയാണെന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്തതല്ലേ. അബി പറയും പുനരന്വേഷിക്കാൻ കാരണങ്ങളൊക്കെ ഉണ്ട്. മരിക്കുന്ന സമയത്ത് സേനൻ്റെ ദേഹത്ത് ഇടികൊണ്ട പാടുകളുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ അടിച്ചതിന് തെളിവൊന്നും കിട്ടിയിട്ടില്ല. തല്ലിയതും കൊന്നതും ഞാനാണെന്നുള്ള ആരോപണം മാത്രമേ ഉള്ളൂ. ചെയ്യാത്ത തെറ്റിന് നമ്മൾ ജയിലിൽ പോകേണ്ട ഒരു കാര്യമില്ല. അല്ലെങ്കിൽ സേനനെ തമ്പിയെ ഞാൻ തന്നെ തീർക്കേണ്ടതല്ലേ. നീ സമാധാനമായിട്ടിരിക്കേ, വരുന്നിടത്ത് വെച്ച് കാണാം. അമലേക്കും ആരാ അന്വേഷിക്കുന്നത്? നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ആണോ? അബി പറയും എനിക്ക് പരിചയമൊന്നുമില്ല, ഒരു DYSP വൈഗ. അമലെ ചെറുതായിട്ട് കേട്ടിരുന്നു കേട്ടു. എന്നിട്ട് പറയും അവർ ഡിപ്പാർട്ട്മെൻറ്റിലെ പെൺപുലി എന്നറിയപ്പെടുന്നത്. വീട്ടിലേക്ക് വൈഗ വരികയാണ്. ജാനകിയോട് അബി അന്വേഷിക്കും. അബി അങ്ങോട്ട് വരുമ്പോൾ വൈഗ സ്വയം പരിചയപ്പെടുത്തും. വൈഗ പറയും സേനൻ്റെ ഭാര്യ തന്ന കംപ്ലൈൻറ്റിലെ അബിയുടെ പേരുണ്ട്. സേനെ നിങ്ങൾ കരുതിക്കൂട്ടി കൊലപ്പെടുത്തി അതൊരു ആത്മഹത്യയാക്കി മാറ്റിയെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്കൊപ്പം മറ്റൊരാൾ കൂടി ആ കൃത്യത്തിന് പങ്കാളിയാണ്. രണ്ടുപേരും കൂടി ചേർന്ന് ഒരു കൊലപാതക ആത്മഹത്യയാക്കി മാറ്റി. അഭിജയ്ക്കും ഇതൊക്കെ മേഡം പറയുന്നതാണോ അതോ പരാതിക്കാരി പറയുന്നതാണോ? മേഡം ആധികാരികമായിട്ട് പറയുന്നതുകൊണ്ട് ചോദിച്ചതാ. പരാതിക്കാരി പറഞ്ഞതാണെങ്കിൽ അന്വേഷിക്കണം, ഞാൻ പൂർണ്ണമായിട്ടും സഹകരിക്കും. ജാനകി വൈഗയോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ വൈഗ എണീറ്റിട്ട് ചോദിക്കും, നിങ്ങൾ സേനും തമ്പിക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടില്ലായിരുന്നു? അത് കള്ളക്കേസാണെന്ന് പറഞ്ഞ് തള്ളിപ്പോയി. നിങ്ങൾ അവർക്കെതിരെ കേസിന് പോയത് മുൻവൈരാഗ്യം കൊണ്ടാണെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആ സമയത്ത് രാധാമണി ഇടപെട്ട് പറയാണ് അത് കള്ളക്കേസല്ല. നിങ്ങളാരാന്ന് ചോദിക്കുമ്പോൾ രാധാമണി പറയും എനിക്ക് വേണ്ടിയാണ് ജാനകി കേസിന് പോയത്. ആ പെറ്റീഷനിൽ പറഞ്ഞതെല്ലാം സത്യമാണ്. ഞാനതൊക്കെ നിഷേധിക്കാൻ കാരണം തമ്പി എന്നെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ്. കേസ് കോടതിയിലെത്തിയ സമയം ജാനകിയെ കൊന്നുകളയാൻ ശ്രമിച്ചത് തമ്പിയും സേനും കൂടി ചേർന്ന. തമ്പി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസ് കോടതി പരിഗണിച്ച വിധി വരുന്നതിന് മുന്നേ ജാനകിയെ കൊന്നുകളയുന്നു. അത് പേടിച്ചിട്ടാ ഞാൻ മൊഴിമാറ്റി പറഞ്ഞത്. വൈഗ പറയും സേനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അബി അയാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ ഒരു തെറ്റുമില്ല. അബി പറയും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. വൈഗ വയ്ക്കും അവരെ കൊല്ലുമെന്ന് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയതോ? അബി പറയും അതൊക്കെ സത്യമാണ്, പക്ഷേ ഞാൻ കൊന്നിട്ടില്ലെന്ന് പറയും. വൈഗ പറയും ഇതേ കോൺഫിഡൻസിൽ പറയുന്ന കുറേ ആൾക്കാരെ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് അമല ഇടപെട്ട് പറയും അബിയേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല, നിങ്ങൾ സത്യസന്ധമായിട്ട് കേസ് അന്വേഷിക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. ഈ കേസ് ഇപ്പോൾ എൻ്റെ ഭാര്യ ഉണ്ടാക്കിയ ഒന്നാണ്. അവൾക്ക് ഈ വീടിനോട് പകയുണ്ട്. അവൾ തമ്പിയുടെ മോളാണ്. വൈഗ വയ്ക്കും നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അമല പറയും ഞാൻ സൂര്യപ്രഭ എൻ്റർപ്രൈസസിൻ്റെ CEO ആണെന്ന്. വൈഗ ഇനിയും നമ്മൾ കാണേണ്ടി വരുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നിരഞ്ജന അബിയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറയും അബിയേട്ടാ സക്കീർ ഭായിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇത് കേട്ടിട്ട് ജാനകി പറയും ദൈവമേ, ഇങ്ങനെയാണെങ്കിൽ അബിയേട്ടനെയും പോലീസ് കൊണ്ടുപോകുമെന്ന് പറയും. അബി പറയും നീ ഒന്ന് ഭയപ്പെടാതിരിക്കുക, പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന എല്ലാവരും പ്രതികളല്ല. നിരഞ്ജന പറയും സക്കീർ ഭായിയെ അവർ കസ്റ്റഡിയിലെടുത്ത് തന്നെ അബിയേട്ടനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ജാനകി അബിയോട് ചോദിക്കും ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരായിരിക്കും? അബി പറയും എൻ്റെ സംശയം ഇന്ദ്രജയാണ്. അവളുടെ മനസ്സിൽ എന്താണെന്ന് ആർക്കറിയാം. ഞാനെന്തായാലും സക്കീർ ഭായിയുടെ ജൂനിയർ വക്കീലെന്ന് വിളിക്കട്ടെ. സ്റ്റേഷനിൽ സക്കീർ ഭായിയുടെ അടുത്തേക്ക് വൈഗ വന്നിട്ട് സക്കീർ ഭായിയോട് സംസാരിക്കുകയാണ്. തന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് അറിയുമെന്ന് ചോദിക്കും. സക്കീർ ഭായി പറയും എനിക്കറിയില്ല, മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതികരിച്ചതിന് കുറച്ച് കേസുകളുണ്ട് എൻ്റെ പേരിൽ, അതിനാവും. വൈഗ പറയും അതൊന്നുമല്ല മിസ്റ്റർ, താൻ ചെയ്തിരിക്കുന്നത് ഒരു മർഡറാണ്. സക്കീർ ഭായി ചോദിക്കും മാഡം ഒരു DYSP റാങ്കിലുള്ള ആളല്ലേ, പറയുമ്പോൾ അതിനൊരു ആധികാരികത വേണം. ഒരാളൊരു ക്രൈം ചെയ്ത അയാൾ കുറ്റക്കാരനാണെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതിയാണ്. അയാൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാനുള്ള തെളിവുകൾ മാത്രം പോലീസ് കണ്ടെത്തിയാൽ മതി. ഇതൊക്കെ കേട്ട് വൈകിക്ക് ദേഷ്യം വന്നിട്ട് സക്കീർ ഭായിയുടെ കോളറിൽ കുത്തിപ്പിടിക്കുകയാണ്. സക്കീർ ഭായി പറയും കൈയെടുക്കും മാഡം, ഇല്ലെങ്കിൽ മാഡം നാണം കെട്ടുപോകും. ഇല്ലെങ്കിൽ സഹപ്രവർത്തകർ മാത്രമല്ല എന്നെ അറിയാവുന്ന ഓർഫനേജുകളെയും ശരണാലയത്തിലെയും കുഞ്ഞു കുട്ടികൾ വരെ ഇങ്ങോട്ട് പോരും അവരുടെ സക്കീർ ഭായിക്ക് വേണ്ടി. വൈഗ കൈയെടുക്കുമ്പോൾ സക്കീർ ഭായി പറയും എന്താ മാഡത്തിന് അറിയേണ്ടത് ചോദിക്കേ. വൈഗ അബിയുമായിട്ടുള്ള ബന്ധം ചോദിക്കും. സക്കീർ ഭായി പറയും എൻ്റെ മോനെ പോലെ എനിക്ക് അബി. പിന്നെ കേസുമായിട്ട് ബന്ധപ്പെട്ട പഴയ കാര്യങ്ങളൊക്കെ സക്കീർ ഭായി പറയും. ആ സമയത്ത് ഒരു പോലീസുകാരൻ വന്ന് പറയും മാഡം സക്കീർ ഭായിയുടെ സംഘടനയിൽ നിന്ന് കുറേ കോളുകളൊക്കെ വരുന്നുണ്ട്, ഒരു തെളിവില്ലാതെ ഇവിടെ പിടിച്ചു വെച്ചാൽ പ്രശ്നമാവെന്ന് പറയും. വൈഗ പറയും വിളിക്കുമ്പോൾ ഹാജരാവണമെന്ന് പറഞ്ഞ് വിട്ടേക്ക്. ജാനകി വന്ന് അബിയോട് പറയും സക്കീർ ഭായിയെ അവർ വിട്ടയച്ചു. അത് കഴിയലും വൈഗ പിന്നെയും വീട്ടിലേക്ക് വരികയാണ്. എന്നെ പ്രതീക്ഷിച്ചില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ അബി പറയും ഏത് നിമിഷവും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നത്. ഇത്രയും ആത്മവിശ്വാസം വേണ്ടാന്ന് വൈഗ പറയുമ്പോൾ അബി പറയും അയാളെ ശിക്ഷിക്കാൻ തെളിവ് വേണ്ടേ? എനിക്കെതിരെ ഒരു തെളിവും കണ്ടെത്താൻ മാഡത്തിന് കഴിയില്ല. അതുതന്നെയാണ് മാഡം എൻ്റെ ആത്മവിശ്വാസം. അബിയെ കസ്റ്റഡിയിലെടുക്കാൻ വൈഗ പറയാണ്